അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഓതണം എന്നത് നമ്മൾ പഠിച്ചു. ഇനി സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥവും അതിൻ്റെ ശ്രേഷ്ഠതയുമെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് സൂറത്തുൽ ഫാത്തിഹക്ക് നിരവധി പേരുകളുണ്ട്. ആവർത്തിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഓതുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. എത്ര കേട്ടാലും എത്ര ഓതിയാലും ഒരു മടുപ്പ് വരാത്ത, പഠിക്കുന്തോറും ഈമാൻ വർദ്ധിക്കുന്ന, വിശ്വാസം കൂടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചെറിയ ഒരു അധ്യായമല്ല, വളരെ വിശാലമായ വിശുദ്ധ ഖുർആനിലെ വലിയ ഒരു അധ്യായം തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ. എന്നാൽ ഈ സൂറത്തിന് നിരവധി പേരുകളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന പേരാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൻ്റെ അപ്പുറം എല്ലാവർക്കും ഇതിൻ്റെ നാമങ്ങൾ എത്രയുണ്ട് എന്നോ അതല്ലെങ്കിൽ മറ്റുള്ള പേരുകളോ അറിയാത്തവരും ഉണ്ടാവാം. ഏതായിരുന്നാലും നമുക്ക് ഈ സൂറത്തിൻ്റെ പേരുകളെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. ഖുർആനിൽ ആദ്യം വായിക്കുന്നത് ഖുർആനിൽ ഒന്നാമതായി എഴുതപ്പെട്ടത് എന്ന നിലക്ക് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നു. ഈ പേര് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പേര് അറിയാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല. അതേപോലെ ഈ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഫാത്തിഹ പോലും ഓതുമ്പോൾ നമുക്ക് തെറ്റ് വരുന്നു എങ്കിൽ മുസൽമാനെ നമ്മുടെ കാര്യം വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഓതി തന്ന് നിങ്ങളുടെ ഖുർആൻ പാരായണം ശരിയാക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ബന്ധപ്പെടാം 94 95 08 08 57. അപ്പോൾ ഖുർആനിൽ ആദ്യം വായിക്കുന്നത് ഖുർആനിൽ ഒന്നാമതായി എഴുതപ്പെട്ടതുമായ നിലക്ക് സൂറത്തുൽ ഫാത്തിഹ എന്ന് ഈ സൂറത്തിന് പേര് പറയുന്നു. ശരി, എന്നാൽ ഫാത്തിഹയുടെ അർത്ഥം എന്താണ്? ഫാത്തിഹ എന്ന് പറഞ്ഞാൽ പ്രാരംഭം എന്നാണ്. പ്രാരംഭം. അതുപോലെ തന്നെ ഫാത്തിഹത്തുൽ കിതാബ് എന്ന ഒരു പേര് സൂറത്തുൽ ഫാത്തിഹക്കുണ്ട്. എന്താണ്? ഫാത്തിഹത്തുൽ കിതാബ്, വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം. വേദഗ്രന്ഥത്തിൻ്റെ പ്രാരംഭം എന്നാണ് ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പറഞ്ഞാൽ. എന്നാൽ സൂറത്തുൽ ഫാത്തിഹക്ക് മറ്റൊരു പേരും കൂടെ നോക്കൂ, ഉമ്മുൽ ഖുർആൻ. ഖുർആൻ്റെ മൂലം അഥവാ കേന്ദ്രം എന്ന അർത്ഥത്തിൽ
ഉമ്മുൽ ഖുർആൻ എന്നും ഉമ്മുൽ കിതാബ് എന്ന് ഒക്കെ നാമങ്ങൾ പറയപ്പെടുന്നു സൂറത്തുൽ ഫാത്തിഹക്ക്. അപ്പോൾ ഫാത്തിഹത്തുൽ കിതാബ് എന്നൊരു പേര് നമ്മൾ പഠിച്ചു. ഉമ്മുൽ ഖുർആൻ എന്ന ഒരു പേരും നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഇനി ശ്രദ്ധിക്കുക, സൂറത്തുൽ ഫാത്തിഹക്ക് ഹദീസുകളിൽ അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ, സ്വഹാബികളിൽ, മഹാന്മാരായ ആളുകളുടെ മൊഴികളിലുമായി വേറെയും പേരുകൾ സൂറത്തുൽ ഫാത്തിഹക്ക് കാണാവുന്നതാണ്. അസാസുൽ ഖുർആൻ എന്ന ഒരു പേരുണ്ട്. അസാസുൽ ഖുർആൻ. അസാസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ അസ്ഥിവാരം. ഖുർആൻ്റെ അസ്ഥിവാരം ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളതിനാൽ അസാസുൽ ഖുർആൻ, ഖുർആൻ്റെ അസ്ഥിവാരം എന്ന് പറയുന്നു. ഖുർആനിക വിജ്ഞാനങ്ങളുടെ മൗലിക വശങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള നിലക്ക് അസാസുൽ ഖുർആൻ, ഖുർആൻ്റെ അസ്ഥിവാരം എന്ന് പറയുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് മറ്റൊരു പേരാണ് കാഫിയ എന്ന് പറയുന്നത്. അൽ കാഫിയ. അൽ കാഫിയ എന്ന് പറഞ്ഞാൽ മതിയായത് എന്നാണ്. മനസ്സിരുത്തി പഠിക്കുകയും വിശദ വിവരങ്ങൾ തുടർന്ന അന്വേഷണം നടത്തുകയും ചെയ്യുന്നവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ ഈ സൂറത്ത് തന്നെ മതിയാകുമെന്നുള്ള അർത്ഥത്തിൽ കാഫിയ എന്ന് പറയുന്നു. അതേപോലെ ഈ സൂറത്തിന് അൽ കൻസ്, നിക്ഷേപം എന്ന ഒരു നാമം കാണുന്നു. വിജ്ഞാന മൂല്യങ്ങളുടെ നിക്ഷേപം എന്ന ഉദ്ദേശത്തിൽ അൽ കൻസ് എന്ന ഒരു പേരും സൂറത്തുൽ ഫാത്തിഹക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി നോക്കൂ, ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ, സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ റഹ്മാനായ, റഹീമായ, സത്താറായ, ഗഫൂറായ അള്ളാഹുവിൻ്റെ മഹൽ ഗുണങ്ങളെ എടുത്തു കാട്ടിക്കൊണ്ടുള്ള സ്തുതി കീർത്തനമായതുകൊണ്ട് സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഹംദ് സ്തുതി കീർത്തനത്തിൻ്റെ അധ്യായം എന്നും ഈ സൂറത്തിന് പറയുന്നു. സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗം, സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു അവസാന ഭാഗമാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇത് ഒരു പ്രാർത്ഥനയാണ്, വലിയ ഒരു പ്രാർത്ഥന. വിശാലമായ നിരവധി കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കാനുള്ള അള്ളാഹു നമ്മെ പഠിപ്പിച്ച ഒരു വലിയ മഹത്തായ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഉണ്ടായതുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹയുടെ അവസാന ഭാഗം പ്രാർത്ഥനാ രൂപത്തിലായതുകൊണ്ട് സൂറത്തു ദുആ, പ്രാർത്ഥനയുടെ, ദുആയുടെ, പ്രാർത്ഥനയുടെ അധ്യായം എന്നും സൂറത്തുൽ ഫാത്തിഹക്ക് നാമം പറയുന്നു. അതേപോലെ മറ്റൊരു പേരും കൂടെയുണ്ട്, സൂറത്തു സ്വലാഹ്. നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്തായതിനാൽ
നമുക്കറിയാം, നിസ്കരിക്കുമ്പം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല, അതുറപ്പാണല്ലോ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ നമസ്കാരത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സൂറത്തായതിനാൽ സൂറത്തു സ്വല, നമസ്കാരത്തിൻ്റെ അദ്ധ്യായം എന്നും സൂറത്തുൽ ഫാത്തിഹക്ക് പേര് പറയുന്നു. മാത്രമല്ല അസ്സബുൽ മസാനി, 7 ആവർത്തിത വചനങ്ങൾ എന്ന് ഇതിന് പേര് പറയുന്നു. അപ്പോൾ നിരവധി പേരുകൾ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ പേര് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അറബിയിൽ എഴുതിയിട്ട് കഴിയുന്ന ആളുകളൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ നാമങ്ങൾ മനസ്സിലാക്കണം എന്ന് അറിയിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു മനോഹരമായ സൂറത്താണിത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത്. എത്ര കേട്ടാലും മടുപ്പില്ലാത്ത അള്ളാഹുവിൻ്റെ വചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ സൂറത്തുൽ ഫാത്തിഹയുടെ പേരൊന്ന് ഇതാ ഞാൻ കാണിച്ചു തരാം, നമുക്ക് പഠിക്കാം. സൂറത്തുൽ ഫാത്തിഹ, 2 ഫാത്തിഹത്തുൽ കിതാബ്, 3 ഉമ്മുൽ ഖുർആൻ, 4 ഉമ്മുൽ കിതാബ്, 5 അസാസുൽ ഖുർആൻ, 6 അൽ കാഫിയ, 7 അൽ കൻസ്, 8 സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഹംദ്, 9 സൂറത്തു ദുആ, 10 സൂറത്തു സ്വലാ, 11 അസ്സബുൽ മസാനി. ഇൻഷാ അല്ലാഹ് ഇനിയും പേരുകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാനും ഖുർആൻ പഠിച്ച് നല്ലവരായി മാറാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.